ഏറ്റവും വലിയ പരീക്ഷണമായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഒരു പരീക്ഷണം, മാ തറക്തു ബഅദീ ഫിത്നതൻ അദറ അല റിജാലി മിനൻ നിസാ. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിട്ടേച്ചു പോയിട്ടില്ല ഇതിനേക്കാൾ വലിയൊരു ഫിത്ന. ഒരു പുരുഷന് ഞാൻ കാണുന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്? മിനൻ നിസാ, സ്ത്രീയാണ്. പെണ്ണ് മുഖേനയാണ് ഒരു പുരുഷൻ ഏറ്റവും വലിയ പരീക്ഷണം. ഈ ഭൗതികമായ ലോകത്ത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും കടുത്ത ഒരു പരീക്ഷണം എന്താണ്? പെണ്ണ് മുഖേനയാണ്. അല്ലാഹുവിന്റെ റസൂൽ പിന്നെയും പറയുന്നു, ഇത്തഖുൻ നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ ആണുങ്ങളെ നിങ്ങൾ വല്ലാതെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ നിങ്ങൾ വല്ലാതെ ഭയപ്പെടണേ. കാരണം ഫഇന്നമാ കാനത്ത് ഫിത്നത്തു ബനീ ഇസ്രായീല ഫിന്നിസായി, ബനു ഇസ്രായേൽക്കാരിൽ ഉണ്ടായ ഏറ്റവും വലിയ ഫിത്ന പെണ്ണ് സംബന്ധമായിട്ടാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇന്ന് പെണ്ണിനെ മാർക്കറ്റിൽ ഇറക്കിയിട്ട് മനുഷ്യന്റെ ജീവിതത്തെ തകർക്കുന്ന ലോബികളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന സർവ കവാടങ്ങളും ഇന്ന് രാജ്യത്തൊട്ടാകെ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പരീക്ഷണമാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സാംസ്കാരിക രംഗത്ത് നമ്മൾ അനുഭവിക്കുന്ന കടുത്ത ഒരു ഫിത്നത്തുൽ മഹിയ, ജീവിതത്തിൽ മരിക്കുന്നതിന്റെ മുമ്പേ ഇവിടെ ജീവിച്ചു തീർക്കുന്ന ഈ ജീവിതകാലത്ത് ഒരു പുരുഷൻ അഭിമുഖീകരിക്കുന്ന കടുത്ത പരീക്ഷണമാണ് പെണ്ണുങ്ങളുടെ വിഷയം. അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ കർശനമായ നിയമങ്ങൾ വെച്ചു ആ പരീക്ഷണങ്ങളിൽ അകപ്പെടാതിരിക്കാൻ. അതേ അവസരത്തിൽ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന എല്ലാ കവാടങ്ങളും മലർക്കെ തുറക്കപ്പെട്ടിരിക്കുകയാണെന്ന് നമ്മുടെ മുമ്പിൽ. അതിനനുസരിച്ചുള്ള വേഷമാണ് തുന്നപ്പെടുന്നത്. ഒരു സ്ത്രീ ഏത് വേഷം ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പെണ്ണല്ല, പെണ്ണിന്റെ വേഷം തീരുമാനിക്കുന്നത് ആണുങ്ങളാണ്. കാരണം ആണിന്റെ കണ്ണിന് സുഖം നൽകുന്ന വേഷമേതാണെന്ന് അവരാണ് പാറ്റേൺ തീരുമാനിക്കുന്നത്, അവരാണ് മോഡൽ തീരുമാനിക്കുന്നത്. അങ്ങനെ അവരുടെ മനസ്സിൽ തെളിയുന്ന ചിത്രങ്ങളിലുള്ള ആ വസ്ത്രങ്ങളാണ് പെണ്ണുങ്ങളെ കൊണ്ട് ധരിപ്പിക്കുന്നത്. എന്തിനാ? പെണ്ണൊരു വിൽപ്പന ചരക്ക്. പുരുഷന് കണ്ട് രസിക്കാനുള്ള, ദർശന സുഖം അനുഭവിക്കാനുള്ള ഒരു വിൽപ്പന ചരക്കായി മാത്രം പെണ്ണിനെ കാണുന്നു. അതിനു വേണ്ട വേഷവിധാനമാടുന്നു. അതേപോലെ തന്നെ നൃത്തങ്ങളും ഡാൻസുകളും സംഗീതങ്ങളും അതേ രൂപത്തിലുള്ള അഭിനയങ്ങളും നാട്യങ്ങളും അങ്ങനെ എല്ലാ തോന്യാസങ്ങളും പെണ്ണുങ്ങളുടേതായ മേഖലയിൽ അങ്ങ് വ്യാപരിപ്പിച്ചു. അങ്ങനെ എന്തായി? രാജ്യത്ത് മുഴുവൻ ഫിത്ന, ഫിത്നത്തുൻ നിസാ, സ്ത്രീകളിലൂടെ ഉണ്ടാകുന്ന ഫിത്ന. അതിന് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് ആരാ? പുരുഷന്മാർ. പുരുഷന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്തൊരു ലോകം. 1/2 കിലോമീറ്റർ നടക്കണമെങ്കിൽ ഒരു 100 ഹറാമിലേക്കെങ്കിലും കണ്ണുപോകാതെ സാധ്യമല്ലാത്തൊരു പരീക്ഷണ കാലഘട്ടം. എവിടേക്കിറങ്ങിയാലും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നിസ്കാരത്തിന് വേണ്ടി ഒരു പുരുഷൻ ഒരു ഫർലോങ് ഒന്ന് പള്ളിയിലേക്ക് നടന്നു പോകണമെങ്കിൽ പോലും ഒരു 100 കൂട്ടം ഹറാമ് കാണാതെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് പോകാൻ വയ്യാത്ത ഒരവസ്ഥ. അങ്ങനെ രാജ്യത്തുടനീളം അതങ്ങ് ഫിത്നയും ഫസാദും വർദ്ധിക്കുമ്പോ അത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പരീക്ഷണമാണ്. എതിർവശത്തു നിന്നൊരു പെണ്ണ് വരുമ്പോ താല്പര്യപൂർവ്വം നോക്കാൻ വേണ്ടി ഇബ്ലീസ് പറയുമ്പോ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഐനുൻ ഖല്ലത്ത് അൻ മഹാരിമില്ലാ, അല്ലാഹു ഹറാമാക്കിയ സംഗതികളിൽ നിന്ന് കണ്ണുകളെ താഴ്ത്തുന്ന, കണ്ണുകളെ ചിമ്മാൻ കഴിയുന്ന ഈമാനുള്ള മനുഷ്യന്മാരുണ്ടോ? അതൊരു പരീക്ഷണമാണ്. ഒരു പരീക്ഷയിൽ അകപ്പെടുകയാണ് നമ്മൾ. ഫിത്നത്തുൽ മഹിയയാണത്, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പരീക്ഷണമാണത്. അങ്ങനെ സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ അവരുടെ നോട്ടത്തിലൂടെ, അതുപോലെ തന്നെ ഇടകലരാൻ ഇന്ന് പരസ്പരം ആണും പെണ്ണുമൊക്കെ എത്രത്തോളം ഇടകലർത്താൻ പറ്റുമെന്നാണ് ചിന്തിക്കുന്നത്. എത്രത്തോളം സ്ത്രീകളും പുരുഷനും തിരക്കായി ഒന്നിച്ച് അവരുടേതായ മറയങ്ങ് നീങ്ങിയിട്ട് ഒരേ രൂപത്തിലങ്ങാക്കിയിട്ട് സർവമറയും പൊളിച്ച് തകർത്ത് എല്ലാ രൂപത്തിലുള്ള സാംസ്കാരികമായ കാര്യങ്ങളെയും കളഞ്ഞു കുളിച്ച് ആണും പെണ്ണുമൊക്കെ തുല്യമെന്ന നിലക്ക് എല്ലാ തോന്യാസങ്ങളിലും അങ്ങ് ഇടപെടുന്ന നിലക്കാണ് രാജ്യത്ത് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ക്യാമ്പസുകളിൽ പറയുകയും ചെയ്യേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യം പറയാതിരിക്കലാണ് ഭേദം. അങ്ങനെ എല്ലാം കൊണ്ടും സുഹൃത്തുക്കളെ, ഏറ്റവും കൂടുതൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മാ തറക്തു ബഅദീ ഫിത്നതൻ അദറ അല റിജാലി, പുരുഷന്മാർക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പരീക്ഷണം എന്റെ ശേഷം വരാൻ പോകുന്നില്ല മിനൻ നിസാ, പെണ്ണുങ്ങൾ മുഖേന ഉണ്ടാകുന്ന പരീക്ഷണത്തെക്കാൾ.
ഒരാണനുഭവിക്കുന്ന വലിയൊരു പരീക്ഷണം പെണ്ണുങ്ങൾ മുഖേനയാണ്. അത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പരീക്ഷണമാണ്. അങ്ങനെ ഇതിനൊക്കെ വേണ്ടിയാകുമ്പോ എന്താണ് മനുഷ്യന്റെ ഈ ജീവിതത്തിൽ അവന് പിന്നെ സ്ത്രീ സുഖം വലുതായി തോന്നും, മദ്യം വലുതായി തോന്നും, മയക്കുമരുന്ന് വലുതായി തോന്നും, സമ്പത്ത് വലുതായി തോന്നും, സ്ഥാനമാനങ്ങൾ വലുതായി തോന്നും. അങ്ങനെ അവന്റെ മനസ്സ് ഈ തോന്യാസങ്ങളിലേക്കൊക്കെ അങ്ങ് ആകർഷിക്കപ്പെടുമ്പോ പിന്നെ പഠിച്ച ദീൻ അവിടെ മൂലക്ക് വലിച്ചെറിയും. പഠിച്ച ദീൻ അവൻ അങ്ങ് മൂലക്ക് വലിച്ചെറിഞ്ഞിട്ട് ഈ താൽക്കാലികമായ ദുന്യാവിന്റെ സുഖത്തിന് വേണ്ടി തന്നിൽ നിലനിൽക്കുന്ന ആദർശത്തെ അവനങ്ങ് വലിച്ചെറിയുന്ന ഒരവസ്ഥ. അതാണ് റസൂലുള്ള മുന്നറിയിപ്പ് നൽകിയത്. ഭൗതിക ലോകത്തിലെ താഴ്ന്ന വിഭവങ്ങൾക്ക് പകരമായി ഇവിടുത്തെ പെണ്ണിന്റെ സൗന്ദര്യത്തിലും, ഇവിടുത്തെ മദ്യത്തിന്റെ മയക്കത്തിലും, ഇവിടുത്തെ സമ്പത്തിന്റെ വളവളപ്പിലും, ഇവിടെ കിട്ടാൻ പോകുന്ന സ്ഥാനമാനങ്ങളുടെയും നേതൃത്വത്തിന്റെയും സ്ഥാനത്തിലും, ജനങ്ങളിൽ നിന്ന് കിട്ടാകുന്ന അംഗീകാരത്തിന്റെയൊക്കെ പേരിൽ അങ്ങ് കണ്ണ് മഞ്ഞളിച്ചിട്ട് ആദർശത്തെ അങ്ങ് കുഴിച്ചു മൂടിയിട്ട് നേതാവാക്കാൻ ആളുണ്ടോ, അനുയായികൾ ഉണ്ടെങ്കിൽ പിന്നെ പഠിച്ച ആദർശമൊക്കെ അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് സർവ്വതോന്യാസത്തിന്റെയും പ്രസിഡന്റായിട്ട് അവനുണ്ടാകും, സർവ്വതോന്യാസത്തിന്റെയും സെക്രട്ടറി ആയിട്ട് അവനുണ്ടാകും. അതേപോലെ തന്നെ സൗന്ദര്യമുള്ള പെണ്ണിനെ തരാമെന്ന് പറഞ്ഞാൽ ദീനങ്ങ് വിറ്റിട്ട് മതം മാറുന്ന കക്ഷികളെ കണ്ടിട്ടില്ലേ? പണം തരാമെന്ന് പറഞ്ഞാൽ ദീനങ്ങ് വിറ്റിട്ട് പണത്തിന്റെ പിന്നാലെ പോകുന്നവരെ കണ്ടിട്ടില്ലേ? സ്ഥാനമാനങ്ങളും മന്ത്രിസ്ഥാനവും തരാം, MLA ആക്കാമെന്ന് പറയുമ്പോ പഠിച്ച ദീനിന്റെ ആദർശം അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ഈ താഴ്ന്ന ദുന്യാവിന്റെ സുഖങ്ങളിലേക്ക് പോകുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അത് ഈ ദുന്യാവിൽ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഫിത്നത്തുൽ മഹിയയാണ്, ജീവിതത്തിലെ കടുത്ത പരീക്ഷണമാണ്. അത് ആർക്കും സംഭവിക്കാം സുഹൃത്തുക്കളെ, ആർക്കും സംഭവിക്കാം. ആരും പതറിപ്പോകും. പണം കണ്ട ആദർശം മറക്കാൻ അധികം സ്ഥാനം വേണ്ട. സ്ഥാനമാനങ്ങൾ ഓഫർ ചെയ്യുമ്പോൾ ആദർശം വലിച്ചെറിയാൻ ആരും പോകും. ഈ പറയുന്ന ഞാനോ നിങ്ങളോ ഒന്നും അതിൽ നിന്ന് വ്യത്യസ്തമായി കൊള്ളണമെന്നില്ല. അല്ലാഹുവിന്റെ കാവല് തന്നെ വേണം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്നത്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുസിഗ് ഖുലൂബനാ, നീ ഞങ്ങളുടെ ഹൃദയത്തെ തെറ്റിച്ച് കളയരുതേ. ബഅദ ഇദ് ഹദൈതനാ, നീ ഞങ്ങളെ നേരിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ ശേഷം താഴ്ന്ന ദുനിയാവ് കണ്ടിട്ട് ഈ ആദർശത്തെയൊക്കെ അങ്ങ് മറക്കുക. ആരെങ്കിലും അങ്ങ് പറയുമ്പോഴേക്ക് ഒരെ പിന്നാലെ കൂടിക്കൊടുക്കുക. സ്ഥാനമാനങ്ങളും സൗകര്യങ്ങളും പണവും ശമ്പളവും ജോലിയും ഒക്കെ കാണുമ്പോഴേക്ക് അവരെ പിന്നാലെ അങ്ങ് പോവുക. പഠിച്ച ആദർശത്തെയൊക്കെ അങ്ങ് ചവറ്റുകൊട്ടയിലേക്ക് തള്ളിയിട്ട് ദുന്യാവിന്റെ താഴ്ന്ന വിഭവങ്ങൾക്ക് വേണ്ടി ആഖിറത്തിന്റെ ഏറ്റവും വലിയ പ്രയോജനത്തിന് വേണ്ടി അവൻ കൊണ്ട് നടക്കേണ്ട ദീനിനെ അങ്ങ് വിറ്റുകളയുന്ന അവസ്ഥ. അല്ലാഹു അവരെ പരിചയപ്പെടുത്തിയത് എങ്ങനെയെന്നറിയോ? ഉലൈകല്ലദീന ഇസ്തറഉൽ ഹയാത്തദ് ദുനിയാ ബിൽ ആഖിറ. അക്കൂട്ടർ ഇസ്തറഉൽ ഹയാത്തദ് ദുനിയാ ബിൽ ആഖിറ, ഐഹിക ജീവിതത്തെ അവർ വിലക്ക് വാങ്ങി. ബിൽ ആഖിറത്തി, പരലോകത്തിന് പകരം ദുന്യാവിനെ അങ്ങ് കൊടുത്തിട്ട് ആഖിറം വാങ്ങുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതാണല്ലോ മുഅ്മിനീങ്ങളുടെ സ്വഭാവം. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു മുഅ്മിനീങ്ങളിൽ നിന്ന് വിലക്ക് വാങ്ങിയിരിക്കുകയാണ് അവരുടെ സമ്പത്തും ശരീരവും. മുഅ്മിനീങ്ങളുടെ അവരുടെ മുതലിലൂടെ, അവരുടെ ശരീരത്തിലൂടെ അതൊക്കെ അങ്ങ് വിറ്റിട്ട് സ്വർഗം വാങ്ങലാണ് പതിവെങ്കിൽ, ഈ മനസ്സിൽ ഈമാൻ ഉറച്ചിട്ടില്ലാത്ത മുനാഫിഖുണ്ടല്ലോ, കുഫ്ർ മനസ്സിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ ദുന്യാവിന്റെ സൗകര്യങ്ങൾ കാണുമ്പോ അതിലേക്കങ്ങ് കണ്ണഞ്ചിയിട്ട് അവന്റെ മനസ്സങ്ങ് മയങ്ങിയിട്ട് അല്ലാഹുവിന്റെ ദീനിനെ അങ്ങ് വിൽപ്പന ചരക്കാക്കി അതങ്ങ് വലിച്ചെറിയുമ്പോ ഉലൈകല്ലദീന ഇസ്തറഉൽ ഹയാത്തദ് ദുനിയാ, ഐഹിക ലോകത്തെയാണ് അവർ വാങ്ങിയത് ബില്ലാഹിറത്തി, പരലോകത്തിന് പകരം. ഇതൊരു കടുത്ത പരീക്ഷണ സുഹൃത്തുക്കളെ. ഇതിനാ അള്ളാഹിനോട് എപ്പോഴും തേടുന്നത്. നിസ്കാരം പിരിയുന്നതിന് മുമ്പ് പറയാണ് മിൻ ഫിത്നത്തിൽ മഹിയാ വമിൻ ഫിത്നത്തിൽ മഹിയാ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള കടുത്ത പരീക്ഷണം എത്ര ആളുകൾ നമ്മൾ കാണുന്നുണ്ട് സുഹൃത്തുക്കളെ. നല്ല ജീവിതം നയിച്ചിരുന്ന നല്ല ആളുകൾ കാണാം, പെട്ടെന്നൊടുങ്ങനെ മനസ്സങ്ങ് മാറിയിട്ടവര് തോന്യാസികളുടെ നേതാവായി മാറിയിരിക്കുന്നു. അധികം താമസമല്ല. മനുഷ്യന്റെ മനസ്സാണ് പടച്ചോനെ ദുന്യാവിലെ ഈ നിലക്കുള്ള ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം എന്ന് അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, പണം കാണുമ്പോൾ പലിശ ഹറാമാണെന്നറിയാം,
പക്ഷേ പലിശപ്പണം നമുക്ക് കിട്ടുമ്പോഴുള്ളൊരു സുഖം, അതേപോലെ തന്നെ വഞ്ചനയും ചതിയും ഹറാമാണെന്നറിയാം. പക്ഷേ വഞ്ചനയിലൂടെയും ചതിയിലൂടെയും ഒക്കെ പെട്ടെന്ന് പണക്കാരനാകാനുള്ള മോഹം. മൈസിർ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് തന്നെ ആ പ്രയോഗം തന്നെ ചൂതാട്ടം. മൈസിർ എന്ന പ്രയോഗം തന്നെ യുസ്രിനോട് സാദൃശ്യമുള്ള പദമാണ്, അതിൽ നിന്നുള്ളതാണ്. എളുപ്പം പണക്കാരനാവുക. എന്നിട്ട് ദീന് പഠിച്ചിട്ടുണ്ടവൻ, അവൻ അറിയാതെ പറ്റില്ല. പക്ഷേ അവൻ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നു, അവൻ ഓരോ മേഖലകളിൽ ഈ രൂപത്തിലുള്ള മത്സരങ്ങളിൽ അവൻ ഭാഗവാക്കാകുന്നു. എന്താ ആഗ്രഹം? പെട്ടെന്ന് പണക്കാരനാകണം. അതുപോലെ തന്നെ സംഗീത ലോകത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. സംഗീത ലോകത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. കാരണം സംഗീത ലോകത്ത് അറിയപ്പെട്ട ആളുകളൊക്കെ മരിച്ചാൽ അവർക്ക് വലിയ പേരാണ് പത്രങ്ങളിൽ. കണ്ടിട്ടില്ലേ? പലപ്പോഴും പല ക്ഷേത്രത്തിലൊക്കെ ആദ്യമായിട്ട് പാടിയ ആളുകൾക്ക് ആരാണ് പേര് കൊടുത്തതെന്നറിഞ്ഞുകൂടെ. ബിസ്മില്ലാ ഖാൻ എന്ന് കേട്ടില്ലേ? അഊദു ബില്ലാ ഖാൻ എന്നല്ലേ പറയേണ്ടത്? ക്ഷേത്രത്തിൽ പോയിട്ട് പാടിയിട്ട് അങ്ങനെ വലിയ ഇസ്ലാമിന്റെ പേരിൽ അങ്ങനെ ആളുകൾ വിചാരിക്കേണ്ടതൊക്കെ ഇസ്ലാമാണ്, ഇതൊക്കെ യഥാർത്ഥ മുസ്ലിമാണ് എന്ന് തൊപ്പിയൊക്കെ വെച്ച് കാണുമ്പോ ആ നല്ല മുസ്ലിമാനാ വിചാരിച്ചു പോയത്. അങ്ങനെ പല പത്രങ്ങൾ വലിയ കവറേജ് ഒക്കെ കൊടുത്തപ്പോ ഇതും ഒരു പരീക്ഷണമാണ് ആളുകൾക്ക് തോന്നി. ചില മൗലൈമാര് പ്രസംഗിക്കുന്നു സംഗീതം കേൾക്കാൻ പാടില്ലാന്ന്. കണ്ടോ, സംഗീതത്തിന്റെ ആളുകൾക്കല്ലേ ലോകത്ത് വലിയ സ്ഥാനമുള്ളത്. ഇബ്ലീസ് കൊതിപ്പിക്കുമ്പോ മനസ്സ് പതറിപ്പോകണ്ട, മനസ്സിലൊരിക്കലും സംശയം വന്നു പോകണ്ട. അല്ലാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകിയ സംഗതിയാണ്. മദ്യവും അതുപോലെ തന്നെ പെണ്ണും വ്യഭിചാരവും ആ രൂപത്തിലുള്ള തോന്നിയാസങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിക്കൊണ്ട് റസൂലുള്ള പറയുന്നു, വൽ മആസിഫ, ഈ സംഗീതോപകരണങ്ങളുമൊക്കെ അനുവദനീയമാണെന്ന് പറയുന്നവരെ കാലഘട്ടം എന്റെ ഉമ്മത്തിൽ വരാൻ പോകുന്നു എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ട, ഒരു സംഗീതവും കേൾക്കാൻ പോകണ്ട. അത് നമ്മുടെ കാതുകൾക്ക് കേൾക്കാൻ പറ്റിയതല്ല. അള്ള തന്ന കാതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സംഗീതത്തിന്റെയും അടിമകളായി പോകണ്ട. ചലച്ചിത്ര ഗാനമായാലും ഏത് മ്യൂസിക്കുകളായാലും അത് കേൾക്കാൻ പോകണ്ട. അതിന് പറ്റിയ കാതല്ല അള്ള നമുക്ക് തന്നിട്ടുള്ളത്. അത് അവൻ നൽകിയതാ, അവന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ മനസ്സങ്ങോട്ട് മയങ്ങി വീഴുന്ന പരീക്ഷണങ്ങളാണ്. ധാരാളം ആളുകൾ ചെയ്യുന്നത് കാണുമ്പോൾ ഇതൊന്നും ഒരു തെറ്റല്ല. അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കടുത്ത പരീക്ഷണങ്ങളാണ്. ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോ മനസ്സ് പതറിപ്പോകാതെ ബഹുഭൂരിപക്ഷം എന്തു ചെയ്യുന്നു എന്ന് നോക്കിയിട്ടല്ല. അല്ലാഹുവിന്റെ റസൂലിനോട് പോലും അല്ല പറഞ്ഞില്ലേ, നബിയെ പഠിപ്പിച്ചു കൊടുക്കണം ഈ ഉമ്മത്തിനോട്, ഖുല്ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബു വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്. നബിയെ പറയുക, ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബു, നല്ലതും മ്ലേച്ഛമായതും ഒരിക്കലും സമമാവുകയില്ല കേട്ടോ. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, വൃത്തികേടും അശ്ലീലതകളും മോശപ്പെട്ട കാര്യങ്ങളും തോന്നിയാസങ്ങളും വളരെ വൃത്തികെട്ട രൂപത്തിലുള്ള സംസ്കാരങ്ങളുമൊക്കെ ധാരാളക്കണക്കിന് സമൂഹത്തിൽ അധികരിച്ചു കാണുമ്പോ അതൊക്കെ ശരിയാണോ എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് ചാഞ്ഞു പോകരുതേ. ഒരിക്കലും അതൊന്നും സമമാവുകയില്ല. ഇവയുടെയൊക്കെ ആധിക്യം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടാലും ശരി, ഒരിക്കലും നല്ലതും മ്ലേച്ഛവും ഒരിക്കലും സമമാവുകയില്ല. എന്താണ് ആ പറയുന്നത്? ഒരുപാട് രൂപത്തിലുള്ള തിന്മയാണ് കാണുമ്പോ നമ്മളുടെ ഒക്കെ മനസ്സാണ് പറയണത്, ഒന്നാണ് കൂടിക്കൊടുത്താൽ എന്താ, ഇത്തിരിയാണ് ചെയ്താൽ എന്താ, ഒരു ഇത്തിരിയാണ് അനുഭവിച്ചാൽ എന്താ. ഇതാ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണം. ആ പരീക്ഷണത്തിൽ ആടി ഒലയാതെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് എനിക്ക് തരണം എന്നാ നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് അള്ളാഹ്നോട് നമ്മൾ ഈ ചോദിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇതിന്റെ ആശയം? നമ്മളത് പെട്ടെന്നാണ് ചൊല്ലിപ്പോകുന്നു. എന്ന് പറയുമ്പോ ഈ ഫിത്നത്തുൽ മഹിയ എന്താ? ഇതാണ് ജീവിതത്തിൽ എത്ര സമയത്ത് നമ്മൾ പതറിപ്പോകും, എത്ര സമയത്ത് നമ്മളിങ്ങനെ മനസ്സിങ്ങനെ പതറിയിട്ടാണ്ട് ആകെപ്പാടൊരു മാനസികമായ അവസ്ഥ ഉണ്ടാകാറില്ലേ? പാടില്ല. ഉറച്ചു നിൽക്കാനുള്ള ഒരു കൽബ് എനിക്ക് തരണം. ഹൂദ് നബി നേരത്തെ പറഞ്ഞില്ലേ, പോയടാ നിങ്ങൾ നിങ്ങളുടെ ഭീഷണിയും കൊണ്ട്, ഞാൻ പതറുന്നോനൊന്നല്ല, നിങ്ങളുടെ ഭീഷണി എനിക്ക് യാതൊരു വിലയില്ല. കാരണം ഞാൻ എന്റെ റബ്ബിലാ തവക്കലാക്കിയത്. ഇന്നീ തവക്കൽതു അലല്ലാഹി റബ്ബി വ റബ്ബിക്കും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. അങ്ങനെ ഉറച്ചാണ് മറുപടി കൊടുക്കാനുള്ള ഒരു ഈമാൻ കഴിയണം. ആ ജീവിതത്തിന്റെ പരീക്ഷണത്തിൽ പതറായ്മയാണ്. ഇനി സുഹൃത്തുക്കളെ, നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നു, ജീവിതത്തിന്റെ പരീക്ഷണം എന്ന് പറയുമ്പോൾ ഇനി അടുത്തൊരു പരീക്ഷണം രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന പരീക്ഷണമാണ്. താങ്ങാനാവാത്ത പരീക്ഷണം, സഹിക്കാനാവാത്ത വേദന, തീർത്താൽ തീരാത്ത ദാരിദ്ര്യം,
ഒഴിച്ചുകൂടാനാവാത്ത കടബാധ്യതകൾ, പ്രയാസങ്ങളിൽ ഞെങ്ങി ഞമരുന്നൊരവസ്ഥ വരുമ്പോ മനുഷ്യൻ ചിലപ്പോ കുഫറിലേക്ക് അങ്ങ് പോയി പോകും, മനുഷ്യൻ ചിലപ്പോ തോന്യാസത്തിലേക്കങ്ങ് പോയി പോകും. അല്ലാഹു തന്ന ഏറ്റവും വിലപ്പെട്ട ജീവനെ തന്നെ സ്വയം നശിപ്പിച്ചേക്കും. അങ്ങനെയാണ് ആത്മഹത്യയിലേക്ക് മനുഷ്യൻ എടുത്തു ചാടുന്നത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു, ജീവിതത്തിൽ ഉണ്ടാകുന്ന താങ്ങാനാവാത്ത പരീക്ഷണങ്ങളൊന്നും തരരുതേ. വലാ തുഹം റബ്ബനാ വലാ തഹ്മിൽ അലൈനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി വലാ തുഹമ്മിൽനാ. അല്ലാഹുവേ, റബ്ബനാ ലാ തുഹമ്മിൽനാ, നീ ഞങ്ങളുടെ മേൽ വഹിപ്പിക്കരുതേ. മാ ലാ ത്വാഖത ലനാ ബിഹി, ഞങ്ങൾക്ക് വഹിക്കാൻ താക്കത്തില്ലാത്തത് തരരുതേ. താങ്ങാനാവാത്ത പരീക്ഷണം വരുമ്പോൾ പതറിപ്പോകും. ചിലപ്പാണ് ആത്മഹത്യ ചെയ്തു പോവുക. ആത്മഹത്യ ചെയ്താ പിന്നെ അവന്റെ അവസ്ഥ എന്താ? പോയില്ലേ, ആകെ പോയില്ലേ. നരകത്തിൽ പിന്നെ എന്നും അവൻ ശാശ്വതമല്ലേ. അപ്പൊ ഒരു മനുഷ്യന്റെ ഒരു അല്പനേരത്തെ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങ് മാറിപ്പോയാൽ ചിലപ്പോ എന്തും മനുഷ്യൻ ചെയ്തു പോകും. ജീവിതത്തിന്റെ കടുത്ത പരീക്ഷണങ്ങളിൽ സഹിക്കാൻ കഴിയാതാകുന്ന ആ പരീക്ഷണങ്ങൾ തരരുത് റബ്ബേ മിൻ ഫിത്നത്തിൽ മഹ്യാ. ജീവിതത്തിന്റെ ആ നിലക്കുള്ള പരീക്ഷണത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. ഇനി നമ്മൾ പറയുന്നത് വൽ മമാത്ത്, മരണത്തിന്റെ പരീക്ഷണം. മരണത്തിലുമുണ്ട് കുറെ ഇതേപോലത്തെ പരീക്ഷണങ്ങൾ. മരിക്കുന്ന അവസരത്തിലാണ് ഏറ്റവും കൂടുതൽ ഇബ്ലീസ് മനുഷ്യനെ പഴപ്പിക്കാൻ നോക്കുന്നത്. മരണനേരത്ത് അവൻ അവന്റെ അനുയായികളോട് പറയും പോലും, നന്നായി ശ്രമിച്ചോളൂ ഈ മനുഷ്യനെ പഴപ്പിക്കാൻ. ഇവൻ ഇപ്പൊ രക്ഷപ്പെട്ടാൽ ഇനി ഇവനെ നമുക്ക് പിടിക്കാൻ വഴിയില്ല, അതുകൊണ്ട് കാര്യമായി പിടിച്ചോളൂ എന്ന് ശൈത്താൻ അവന്റെ അനുയായികൾക്ക് ഓർഡർ കൊടുക്കുമെന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. റുവിയ എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന നിലക്ക്. അത് ഹദീസാണോ മഹാന്മാരുടെ വാചകങ്ങളാണോ എന്തോ എന്നറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും മരണനേരത്ത് ഇബ്ലീസ് ഏറ്റവും കൂടുതൽ ശ്രമം നടത്തുമെന്നാണ്. എന്തിന്? നമ്മൾ കാഫറായി ഒന്ന് മരിച്ചു കിട്ടാൻ. കാഫറായി മരിച്ചു കിട്ടാനും മരണനേരത്തുള്ള ഒരു പരീക്ഷണമാണ്. മരിക്കുന്ന നേരത്ത് ഇബ്ലീസ് ഹാജരാവുകയാണ് സുന്ദര മോഹന വാഗ്ദാനങ്ങളുമായി. കാഫറായി മരിച്ചു പോകാനുള്ള ഓഫറുകൾ നമ്മൾ മാത്രമേ അത് കാണുന്നുള്ളൂ, പരിസരത്തുള്ളവരെ കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബി ഇന്നി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. എന്റെ റബ്ബേ, നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. മിൻ ഹമസാത്തിശ് ശയാത്തീനി, ശൈത്താന്മാരുടെ ദുർബോധനങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. വ അഊദു ബിക, നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു പ്രത്യേകം. അൻ യഹ്ദുറൂൻ, എന്റെ മരണനേരത്ത് അവരെന്റെ അടുക്കൽ ഹാജരാകുന്നതില്ലെന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു റബ്ബേ. മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് റൂഹ് അവന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന നേരത്ത് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിക്കാതെയാക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് അങ്ങ് മരണപ്പെടാതെയാക്കാൻ വേണ്ടി ഇബ്ലീസ് നിരന്തര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമെന്ന് ഈ വിഷയത്തിൽ പണ്ഡിതന്മാര് ഇതിന്റെ വിശദീകരണങ്ങളിൽ എഴുതിയതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഒരാളുടെ അവസാനമാണ് പ്രധാനം. ഒരാളുടെ അവസാനമാണ് പ്രധാനം. ഇയാൾ എങ്ങോട്ടാന്നുള്ളതിന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നോക്കൂ, സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഇന്ന അഹദക്കും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന ഹത്താ മാ യകൂനു ബൈനഹു വ ബൈനഹാ ഇല്ലാ ദിറാഅ് ഫയസ്ബിഖു അലൈഹിൽ കിതാബ് ഫയഅമലു ബിഅമലി അഹ്ലിൻ നാർ. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കേൾക്കേണ്ട ഒരു ഹദീസാണിത്. ഇന്ന അഹദക്കും, നിശ്ചയമായി നിങ്ങളിൽ ഒരാൾ, ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, ജീവിതകാലം മുഴുവൻ അവൻ സ്വർഗത്തിലേക്ക് പോകേണ്ട കർമ്മങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. സ്വർഗത്തിലേക്ക് പോകേണ്ട കർമ്മങ്ങൾ തന്നെ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനതാ ഹത്താ മാ യകൂനു ബൈനഹു വ ബൈനഹാ ഇല്ലാ ദിറാഅ്, ഇനി ആ സ്വർഗത്തിലേക്ക് അങ്ങ് കടക്കാൻ ഒരു മുഴം ദൂരമേ അവന് താണ്ടിക്കിടക്കേണ്ടതുള്ളൂ. അത്രയും സ്വർഗത്തോട് അടുത്തുപോയ ഒരു മനുഷ്യൻ അപ്പോഴേ കഥാ അവന്റെ മനസ്സങ്ങ് പതറിപ്പോയിട്ട് ഫയഅമലു ബിഅമലി അഹ്ലിൻ നാർ, നരകക്കാരനായി പോകേണ്ട അമലവൻ ചെയ്യുന്നു. ഇതിനാ കാഫറായിട്ടാണ് മരിച്ചു പോവുക. അവസാനം ഒരാളുടെ അവസാനം എങ്ങനെ അള്ളാഹുവിനെ അറിയൂ? അതൊരു പരീക്ഷണമാണ്. കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കാൻ ഒരാൾക്ക് സാധിക്കാം, മുഅ്മിനായി മരിക്കാൻ സാധിക്കുക. ആ അവസരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക.
ആ അവസരത്തിലുള്ള മാനസികമായി ഭ്രാന്തിയിൽ നിന്ന് രക്ഷപ്പെടുക, ഏറ്റവും കടുത്ത വെപ്രാളമുണ്ടാകുന്ന അവസരത്തിൽ നല്ല രൂപത്തിലുള്ള സന്തോഷത്തിന്റെ വാക്കുകൾ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകളിൽ നിന്ന് കേട്ടുകൊണ്ട് മരിക്കാനാവുക, അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. അള്ളാഹു നമ്മളെയെല്ലാം അത്തരക്കാരിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. മരണത്തിന്റെ നേരത്തുണ്ടാകുന്ന പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണത്തിൽ മനുഷ്യനാകെ പതറിപ്പോവുകയാണ്. എന്താണ് ദുന്യാവിൽ ഒരാൾ ചെയ്ത് ജീവിച്ചിരുന്നതെങ്കിൽ അതാ മരണസമയത്ത് അവന്റെ മനസ്സിലുണ്ടാകാനാണ്. കൂടുതൽ ഒരാൾ നന്മ ചെയ്തിരുന്ന മനുഷ്യനാണെങ്കിൽ മരിക്കണ നേരത്തോ അവന്റെ മനസ്സിൽ ഈ നന്മയുടെ ചിന്തകളാ വരിക. തോന്നിയാസം ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന മനുഷ്യനാണെങ്കിൽ കലിമ ചൊല്ലിക്കൊടുത്താലും അവൻ തിരിച്ചു പറയാം അവന്റെ ഈ ജോലിയാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അൽ കബായിർ എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നു, ഇമാം മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മാമിൻ മയ്യിത്തിൻ യമൂതു ഇല്ലാ മുസ്സിറ ലഹു ജുലസാഉഹു അല്ലദീന കാന യുജാലിസുഹും. ഒരാൾ മരിക്കാൻ പോകുന്ന അവസരത്തിൽ ജീവിതകാലത്ത് ഇവന്റെ കൂട്ടുകാരാരാണെങ്കിൽ അവനായിരിക്കും അവന്റെ കൺമുമ്പിൽ തെളിയുക. ജീവിതകാലം മുഴുവൻ തെമ്മാടികളുടെ കൂടെ ക്ലബിലും പാർക്കിലും തോന്നിയാസികളുടെ കൂടെ കഴിഞ്ഞവന്റെ കൂടെ മരണത്തിന്റെ നേരത്തും അവന്റെ കണ്ണിൽ കാണുന്നത് ഈ തെമ്മാടി കൂട്ടമാണ്. അതേ അവസരത്തിൽ നല്ല മനുഷ്യനാണെങ്കിൽ അവന്റെ കൂടെ നല്ല മനുഷ്യരെയാണ് അവൻ കാണുന്നത്. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഒരനുഭവം പറയുകയാണ്. ചതുരംഗം കളിച്ചുകൊണ്ട് ക്ലബിൽ കഴിച്ചു കൂട്ടിയിരുന്ന ഒരു മനുഷ്യൻ, അയാൾ മരണത്തിന്റെ സമയമായപ്പോൾ അയാളോട് പറയപ്പെട്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ ഫഖാല, അദ്ദേഹം എന്താ പറഞ്ഞു, ചെക്ക്. അയാൾ അവസാനം അത് പറഞ്ഞിട്ട് ഫമാത സുമ്മ മാത, അയാൾ അവസാനത്തെ വാക്കതാണ്, അയാളും പറഞ്ഞു മരിച്ചു. കണ്ടോ, വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഒരാളുടെ ജീവിതകാലത്തിൽ അയാൾ ഏറ്റവും കൂടുതൽ അയാൾ എന്തിനു വേണ്ടിയാണ് അയാൾ ചെലവഴിക്കുന്നതെങ്കിൽ മരണസമയത്ത് അയാളെ മനസ്സിൽ അതേ ഉണ്ടാവുള്ളൂ. അയാൾക്ക് പറയാൻ കഴിയൂല കലിമ, അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ കഴിയൂല. അയാളെ മനസ്സ് ദുനിയാവിൽ ജീവിച്ച കാലത്ത് അയാളെ മനസ്സ് എന്തുമായിട്ടാണ് കൂടുതൽ കെട്ടിപ്പണഞ്ഞത്, ആ ഒരവസ്ഥയിലായിരിക്കും. അങ്ങനെ ഇയാൾ ക്ലബിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇയാളുടെ നാവിന്റെ തുമ്പത്ത് എപ്പോഴും വന്നിരുന്ന വാചകം തന്നെ പറഞ്ഞുകൊണ്ടാണ് അയാള് തൗഹീദിന്റെ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് മരിച്ചു പോകുന്നതിന് പകരം ഈ കളി സമയത്ത് ഉച്ചരിക്കുന്ന വാചകം പറഞ്ഞുകൊണ്ട് അയാൾ മരിച്ചുപോയി. അതേപോലെ തന്നെ മറ്റൊരാളുടെ സംഭവം പറയുന്നു. വേറെ ഒരാള്, അയാള് കള്ളുഷാപ്പിലാണ്, അയാൾ എപ്പോഴും കൂട്ടുകാരോടൊത്ത് കുടിക്കലാണ് അയാൾക്ക് പണി. അങ്ങനെ കുടിച്ചു മതിച്ചു നടന്നിരുന്ന മനുഷ്യന്റെ മരണം ഹാജരായപ്പോ യുലഖിനുഹു ഷഹാദ, അയാൾക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തപ്പോ ഫഖാല ലഹു, ആ മനുഷ്യൻ തിരിച്ചിങ്ങോട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തപ്പോ ഇയാൾ പറയുന്നത്, ഇശ്റബ് കുടിക്കടോ വസ്കിനി, എനിക്കും കള്ളൊഴിച്ചതായോ, എനിക്കും കുടിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് സുമ്മമാത്ത അയാളും മരണപ്പെട്ടു പോയി. ഒക്കണം സുഹൃത്തുക്കളെ, അനുഭവസ്ഥന്മാർ അവരുടെ അനുഭവങ്ങളിൽ രേഖപ്പെടുത്തിയത്, പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതാണ് ഈ കേട്ടത്. നമ്മൾ ഭയപ്പെടണം. ജീവിതത്തിൽ ദുന്യാവിൽ നമുക്ക് ഹറാമിനോടായിരുന്നോ കൂടുതൽ ബന്ധം, ആ നിലക്ക് തന്നെ മരിച്ചു. നല്ലവരോടും നല്ല കാര്യങ്ങളിലുമായിരുന്നോ നമ്മുടെ ബന്ധം, എങ്കിൽ മരണം നല്ല നിലക്കായിരിക്കും. അത്തരക്കാർക്ക് അത് പറയാൻ കഴിയൂ. അപ്പൊ മരണനേരത്തുണ്ടാകുന്ന ഒരു കടുത്ത പരീക്ഷണമാണത്. എന്താ പറയേണ്ടത്, എന്താണ് വെപ്രാളം, എന്താണ് ബേജാറ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ്, ദാ പിരിയാനായി ഉറപ്പായി, ദുനിയാവിന്ന് റൂഹി പിരിയാണെന്ന് ഉറപ്പായി നമുക്ക്. ആ അവസരത്തിൽ ഫൽതഫത്തിസ് സാഖു ബിസ്സാഖ്, കണങ്കാലുകൾ തമ്മിൽ കൂട്ടിപ്പിടഞ്ഞു പോയി, കൈകാലുകൾ കൂട്ടിപ്പിരിക്കുകയാണ്, ഞെറുംപിരി കൊള്ളുകയാണ്, ഏറ്റവും പ്രയാസം കാണിക്കുകയാണ്. ആ അവസരത്തിൽ അവന്റെ മനസ്സിലുണ്ടാകുന്ന ഒരൊറ്റ ചിന്തയതാ, പോവുകയാണല്ലോ, ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, നിന്റെ റബ്ബിങ്കലേക്കുള്ള യാത്രയാണ്. അതവന് ഉറപ്പായി കഴിയുമ്പോണ്ടാകുന്ന ആ അവസ്ഥയിൽ തോന്നുന്ന വെപ്രാളം. നല്ല നിലക്കുള്ള ഭൗതികമായ ലോകത്ത് നല്ല നിലക്ക് ജീവിച്ച മനുഷ്യനാണെങ്കിൽ, അവന് നല്ല സ്ഥിതിയിൽ കഴിഞ്ഞു പോയ ആളാണെങ്കിൽ അവന് നല്ല നിലക്ക് മരിച്ചു പോകാൻ കഴിയുന്നു. തിന്മകളിൽ മുഴുകിയ മനുഷ്യനാണെങ്കിൽ മരണനേരത്തും അവന്റെ ആ തോന്നിയാസമേ മനസ്സിൽ വരൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയൂല. ഒരാൾ ചൊല്ലിക്കൊടുത്തോണ്ടൊന്നും കാര്യമില്ല. എത്ര ആൾ ചൊല്ലിക്കൊടുത്തിട്ട് എന്താ കാര്യം? ഈ മനുഷ്യനതൊന്ന് പറയാൻ കഴിയണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഫضലാണിത്. അല്ലാഹു അത്തരക്കാരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മുത്തഖീങ്ങളായി മുവഹ്ഹിദുകളായി ലോകത്ത് നിന്ന് വഫാത്തായി പോകുന്ന നല്ലവരിൽ അല്ലാഹു നമ്മയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എപ്പോഴും ദുആ ചെയ്യണം സുഹൃത്തുക്കളെ. മുസ്ലിമായൊരു മരണം,
മുഅ്മിനായൊരു മരണം. എന്താ സംഭവിക്കാൻ നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾക്കാർ വലിയ മനുഷ്യന്മാരൊക്കെ അത് പടച്ചവനോട് പ്രത്യേകം ചോദിച്ചവരാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് ദുആ ചെയ്തത് എന്താ? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, സാലിഹീങ്ങളോടൊപ്പം നാളെ പരലോകത്ത് തന്നെ ചേർക്കണേ. ആരാ ദുആ ചെയ്യുന്നത്? യൂസുഫ് നബി. യൂസുഫ് നബി. ഞാനൊക്കെ നബിയല്ലേ, ഞാനൊക്കെ മുസ്ലിം അല്ലാതെ പിന്നെ എങ്ങനെ മരിക്കാനാ? ആ ഒരു ആത്മവിശ്വാസമൊന്നുമില്ല, ആ ഒരു അതിരി കവിഞ്ഞ ബോധമൊന്നും ഉണ്ടായിട്ടില്ല. അവരൊക്കെ വിനയത്തോടുകൂടി ഒരു തേടിയവരാണ്. മരണം എങ്ങനെയെന്ന് അറിഞ്ഞൂടെ സുഹൃത്തുക്കളെ? അതാ അല്ലാഹുവിനോട് നമ്മൾ ഈ ചോദിക്കുന്നത്. അപ്പൊ നല്ല സ്ഥിതിയിൽ നിന്ന് തെറ്റിപ്പോയാൽ പിന്നെ അന്നലക്കാണ് മരിച്ചു പോവുക എന്നുണ്ടെങ്കിൽ ആ രൂപത്തിലുള്ള ഫിത്നയിലാണ് അകപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കടുത്ത പരീക്ഷണം, മരണനേരത്തുണ്ടാകുന്ന കടുത്ത പരീക്ഷണം, മരണാനന്തരം ഖബറിൽ ചോദ്യമാകുന്ന പരീക്ഷണം, ഈ പരീക്ഷണങ്ങളൊക്കെയും മിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്ത് എന്ന് നിസ്കാരത്തിൽ അല്ലാഹുവിനോട് നമ്മൾ തേടുമ്പോൾ നമ്മുടെ മനസ്സിൽ മിന്നി മറയണം. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാ പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ സുഹൃത്തുക്കളെ, 3 കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ. നരകത്തെയും ഖബറിന്റെയും സംബന്ധിച്ച് നമ്മൾ മുമ്പ് വിശദീകരിച്ചു. വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്ത്. ജീവിതത്തിന്റെയും മരണത്തിന്റെയും പരീക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ആ പരീക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു. ആ പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ മിന്നി മറഞ്ഞുകൊണ്ട് വേണം അല്ലാഹുവോട് ചോദിക്കാൻ. അത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തണം. ഇനിയാണ് ചോദിക്കുന്നത് എന്ത്? ദുനിയാവിലെ പരീക്ഷണം തന്നെയാണെങ്കിലും വളരെ ഗൗരവപ്പെട്ടതായതുകൊണ്ട് പ്രത്യേകം എടുത്തു പറയണത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും. അതെന്താണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇബാദത്തായ അവന്റെ നമസ്കാരം വിട്ടുപിരിയുന്നതിന്റെ മുമ്പ് 4 കാര്യങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് നമ്മൾ അഭയം ചോദിക്കുമ്പോൾ അത് മനസ്സറിഞ്ഞുകൊണ്ട് അഭയം ചോദിക്കണം. അതിനാണ് ഈ അർത്ഥം കൽപ്പിക്കുന്നത്, അതിന്റെ ആശയം മനസ്സിലാകുന്നത്. ആ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചാൽ നിസ്കാരത്തിൽ നിന്ന് പിരിയുന്ന അവസരത്തിലും നമ്മുടെ മനസ്സിൽ ആ ഖൗഫ് നിലനിൽക്കും, ആ ഭയഭക്തി നിലനിൽക്കും, നമ്മുടെ നിസ്കാരത്തിന് സ്വീകാര്യതയുണ്ടാകും. അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക. ഈ പഠിച്ചതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, ഓർക്കുക, പഠിപ്പിക്കേണ്ടവരെ പഠിപ്പിക്കുക, നമ്മുടെ ജീവിതത്തിൽ അത് നിലനിർത്തുക. റഹ്മാനായ തമ്പുരാൻ ജീവിതത്തിന്റെയും മരണത്തിന്റെയും സർവ്വതോന്മുഖമായ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. നമ്മിൽ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على خير خلقه نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.